നമസ്കാരം ഡേസ്. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. 3 ദിവസത്തെ കണ്ടിന്യൂസ് റാലിക്ക് ശേഷം മാർക്കറ്റ് ഇന്നൊരു ഫോളായി. എങ്കിലും 25,800 ആ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് പറ്റിയിട്ടുണ്ട്. സെൻസെക്സ് 500 പോയിൻറ്റും നിഫ്റ്റി ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് ആണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ടെക്കം, ഇൻഫോസിസ്, TCS, HCL ടെക്, വിപ്രോ എല്ലാം IT കമ്പനീസ് ആണ് ഇടിവ് രേഖപ്പെടുത്തിയത്. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ADR സ്റ്റോക്കുകളിൽ IT കമ്പനീസ് ഇടിവിലായിരുന്നു. ഇന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് ബജാജ് ഫിനാൻസ്, ശ്രീരാം ഫിനാൻസ്, ഐഷർ മോട്ടോഴ്സ്, ICICI ബാങ്ക്, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പൊതുവേ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൺസോളിഡേഷൻ ആയിരുന്നു. ഗോൾഡ് $17 ഇടിഞ്ഞ് 5067, സിൽവർ 82, ബിറ്റ്കോയിൻ 67,876, ബ്രന്റ് ഓയിൽ 69, നാച്ചുറൽ ഗ്യാസ് 3.2, നിഫ്റ്റി നോക്കണ്ട, ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ് 147 പോയിൻറ്റ്. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്, വളരെ പോസിറ്റീവാണ്. അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവ് ആയിട്ട് തന്നെയായിരുന്നു ക്ലോസ് നടത്തിയത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. 2.75 ഇൻഫ്ലേഷൻ സ്പൈക്ക് ചെയ്തു. എസ്റ്റിമേറ്റഡ് ഉണ്ടായിരുന്നത് 2.77 ആയിരുന്നു. 1.33 നിന്നാണ് ഇൻഫ്ലേഷൻ ഉയർന്നത്. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് കൗൺസിൽ റാഫേലിൻ്റെ എല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ പർച്ചേസ് അപ്രൂവ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ IT കമ്പനീസിലുണ്ടാക്കിയ കനത്ത ഇടിവ് ആണ് നമ്മളുടെ ഈ TCSൻ്റെ എല്ലാം തന്നെ മാർക്കറ്റ് ക്യാപ്പ് ശക്തമായിട്ട് കുറഞ്ഞു. എല്ലാ കമ്പനീസും, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള കമ്പനീസിലും ഇടിവിൽ തന്നെയാണ് IT സെക്ടർ പൊതുവേ ഉള്ളത്. TCS എല്ലാം തന്നെ ഷെയർ ബൈബാക്ക് 4,000 പ്രഖ്യാപിച്ചു. ആ 4,000 തന്നെ മറികടന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും അതേ TCS തന്നെ ശക്തമായ രീതിയിൽ താഴേക്ക് വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ. പക്ഷേ ഇത് ഇന്നലെ ADR സ്റ്റോക്കുകളിൽ ഇതേ ഇടിവ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. രാവിലെ പ്രീ മാർക്കറ്റ് കാണാത്ത ആളുകൾ പ്രീ മാർക്കറ്റ് കാണാൻ ശ്രമിക്കുക. ADR സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഒനാസ മാമഅർത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 93% ഉയർന്ന് 50 കോടി രൂപ കരസ്ഥമാക്കി. പെട്രോനെറ്റ് നെറ്റ് പ്രോഫിറ്റ് 805 കോടി രൂപയായിരുന്നു. ഇത്തവണ 850 കോടി രൂപ പ്രോഫിറ്റ് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ. വേദാന്ത ഫാഷൻ 158 നിന്ന് 135 പ്രോഫിറ്റ് കുറഞ്ഞു. ഹിൻഡാൽകോ നെറ്റ് പ്രോഫിറ്റ് 45% ഇടിഞ്ഞ് 2049 കോടി രൂപ കരസ്ഥമാക്കി. എഞ്ചിനീയറിംഗ്സ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 109 കോടി രൂപയിൽ നിന്ന് 150 കോടി രൂപ ലേക്ക് ഉയർന്നിട്ടുണ്ട്. ജാർഖണ്ഡ് പ്രകാശ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 62 കോടി രൂപയിൽ നിന്ന് 54 കോടി രൂപയിലേക്ക് കുറഞ്ഞു. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 120 നിന്ന് 116 ഇവർ പ്രോഫിറ്റ് കുറഞ്ഞു. ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 14 കോടി രൂപയിൽ നിന്ന് 61 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ഇവർ 582 കോടി രൂപയിൽ നിന്ന് 900 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19 കോടി രൂപയിൽ നിന്ന് 36 കോടി രൂപയിലേക്ക് ഉയർത്തി. പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22 കോടി രൂപയിൽ നിന്ന് 7 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സ്റ്റോക്ക് നിന്ന് 6% ഇടിവ് രേഖപ്പെടുത്തി. HMA അഗ്രോ ഇൻഡസ്ട്രീസ് ഇവർ 20 കോടി രൂപയിൽ നിന്ന് 62 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ കമ്പനി ലോസിലുണ്ടായ കമ്പനി ഇത്തവണ 15 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റ് ഉയർത്തി. മുത്തൂറ്റ് ഫിനാൻസ് 1360 നിന്ന് 2660 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് നിന്ന് 3.4% ഉയർന്നു. രാഷ്ട്രീയ കെമിക്കൽ കമ്പനി 79 നിന്ന് 81 പ്രോഫിറ്റ് ഉയർത്തി. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 6 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. സ്റ്റോക്ക് നിന്ന് 4% ഇടിവ് രേഖപ്പെടുത്തി. രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് കമ്പനി ലോസിലുണ്ടായ കമ്പനി ഇത്തവണ 160 കോടി രൂപ ലോസിലുണ്ടായ കമ്പനിയായിരുന്നു. 170 ഈ തവണയും ലോസാണ് കേട്ടോ. സ്റ്റോക്ക് അതുകൊണ്ട് 6% ഇടിവ് രേഖപ്പെടുത്തി. ലുമാക്സ് ഓട്ടോ ഇവർ 44 കോടി രൂപയിൽ നിന്ന് 82 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നാറ്റ്കോ ഫാർമ 133 കോടി രൂപയിൽ നിന്ന് 150 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. പൊതുവേ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് യൂറോപ്യൻ US മാർക്കറ്റുകളിൽ ഒരു കൺസോൾട്ടേഷൻ
ഫേസാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുറച്ച് ഭേദപ്പെട്ട രീതിയിലാണ് പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റാവട്ടെ കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് റാലിയിൽ അവസാന 4ാമത്തെ ദിവസം ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഡ്യൂ ടു ഐടി കമ്പനീസിൽ ഉണ്ടായ ഹ്യൂജ് സെൽ ഓഫ് കാരണം. പിന്നീട് നമുക്ക് വന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഡിഫൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.